ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനിയൻ ടീമിന്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്ന് അടുത്ത ദിവസം തന്നെ അതിന്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്ന് അവർ അറിയിച്ചു. ഇപ്പോൾ ഞാനൊരു വിവാദ വിഷയമല്ലെങ്കിൽ കൂടി കായിക പ്രേമികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സായ കൊണ്ടൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പോർട്സ് ഡയറക്ടർ സൂചിപ്പിച്ച അന്താരാഷ്ട്ര മത്സരങ്ങളും അന്താരാഷ്ട്ര ടൈഅപ്പുകളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ടൊരു കളിയുടെ വലിയൊരു ചർച്ചകൾ നടന്നു വരികയാണ്. ശരിക്കും നവംബർ മാസത്തിൽ നമുക്കൊരു വിൻഡോയിൽ നമുക്ക് ആ കളി വന്നതാണ്. നമ്മൾ ഉദ്ദേശിച്ചത് കേരളത്തിലെ സ്പോർട്സ് എക്കോണമി നമ്മൾ കൊണ്ടുവന്നു. കേരളത്തിൽ സ്പോർട്സ് എക്കോണമി കൊണ്ടുവന്ന് രാജ്യത്തിന് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സ്പോർട്സ് എക്കോണമി ഒരു സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടുതൽ വിദേശ മത്സരങ്ങൾ കേരളത്തിലെത്തുന്നത്. അത് മാത്രമല്ല, കേരളത്തിൽ തന്നെ ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും ഒരു തരി മാറിക്കൊണ്ട് സംസാരിക്കുകയാണ്, ബാക്കിയുള്ളതിൽ നിന്നും തിരിച്ചു വരാം. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കൊച്ചിൻ സ്റ്റേഡിയത്തിൽ ഇത് കൃത്യമായി നടത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും നമുക്ക് അതിലുള്ള ചില അസൗകര്യങ്ങൾ നമ്മൾ സമയത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇതിന്റെ എഞ്ചിനീയേഴ്സൊക്കെ തന്നെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്പോർട്സിന്റെ ബന്ധപ്പെട്ട ആളുകൾ, എഞ്ചിനീയേഴ്സ് എല്ലാം തന്നെയുള്ള സദസ്സാണ്. അപ്പോൾ സമയത്തിന് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ നമ്മളതെല്ലാം പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിന്റെ അംഗീകാരം ലഭ്യമാകാത്തതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു വിൻഡോയിൽ നമുക്കൊരു ചെറിയ ശ്രമം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനിയൻ ടീമിന്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്ന് അടുത്ത ദിവസം തന്നെ അതിന്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്ന് അവർ അറിയിച്ചു.